തുർക്കിക്കെതിരെ ചില രാജ്യങ്ങളുടെ സഖ്യം രൂപപ്പെട്ടിരിക്കുകയാണ്. ഇസ്രായേൽ, ഗ്രീസ്, സിപ്രസ് തുടങ്ങിയ രാജ്യങ്ങളാണ് തുർക്കിക്കെതിരെ സഖ്യം ചേർന്നിരിക്കുന്നത്. ഇന്ത്യയുടെ പിന്തുണയും ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം എന്താണ്? എങ്ങനെയാണ് ഇത് ഇന്ത്യക്ക് സഹായകരമായിട്ട് മാറുന്നത്? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് യൂറോപ്പിലെ രോഗി എന്നറിയപ്പെടുന്ന തുർക്കി വീണ്ടും ഒരു ഖിലാഫത്ത് സ്വപ്നങ്ങളുമൊക്കെ ആയിട്ട് മറ്റു രാജ്യങ്ങൾക്ക് പ്രതി യൂറോപ്പിൽ മാത്രമല്ല ഏഷ്യയിലെ ഒക്കെ രാജ്യങ്ങൾക്ക് ഭീഷണിയായിട്ട് മാറിയിരിക്കുകയാണ്. ഏതാണ്ട് ഒരു ഭീകര രാഷ്ട്രം ആയിട്ട് തുർക്കിക്ക് രൂപാന്തരം സംഭവിക്കുകയാണ്. അപ്പോൾ തുർക്കിയിൽ നിന്നും ഭീഷണി നേരിടുന്ന രാജ്യങ്ങളാണ് പിന്നെ ഗ്രീസും സൈപ്രസും. അവർക്ക് ഈ അടുത്ത കാലത്ത് കുറച്ച് മാസങ്ങൾ, 3 മാസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ 2 രാജ്യങ്ങളും സന്ദർശിച്ചിരുന്നു. ഇന്ത്യയിൽ നിന്നും തന്ത്രപ്രധാനമായ ചില ആയുധങ്ങൾ വാങ്ങാനായിട്ട് ഗ്രീസ് തയ്യാറായിട്ടുണ്ട്. അതിലൊന്ന് നമ്മുടെ നിർഭയ് എന്ന് പറയുന്ന ദീർഘദൂര ക്രൂയിസ് മിസൈലാണ്. അതുപോലെ സൈപ്രസ് ഇന്ത്യയിൽ നിന്നും വ്യോമ പ്രതിരോധ സംവിധാനമായ ആകാശ് വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെയെല്ലാം പറ്റി. അപ്പോൾ അതിനിടയ്ക്കാണ് ഇസ്രായേലും തുർക്കിയുമായിട്ടുള്ള ബന്ധം വലിയ രീതിയിൽ വഷളായത്. അതിൻ്റെ ഒരു കാരണം ഇസ്രായേലിന്റെ പ്രധാന ശത്രുക്കളായ ഹമാസിന് തുർക്കി കൊടുക്കുന്ന പിന്തുണയാണ്. ഈ 2023 മുതൽ തുർക്കിയും ഇസ്രായേലും തമ്മിലുള്ള മുഴുവൻ വ്യാപാരവും നിർത്തിവെച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ വേണം ഏറ്റവും ഒടുവിൽ തുർക്കിക്കെതിരെ യൂറോപ്പിൽ ഒരു പ്രതിരോധ നിര രൂപപ്പെട്ടതിനെ നമ്മൾ കണക്കാക്കേണ്ടത്. ഈ 2 ദിവസം മുമ്പ് ജെറൂസലേമിൽ വെച്ച് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു വിളിച്ചു ചേർത്ത ഈ യോഗത്തില് ഗ്രീസിന്റെയും അതുപോലെ തന്നെ സൈപ്രസിന്റെയും പ്രധാനമന്ത്രിമാർ പങ്കെടുത്തിരുന്നു. ആ യോഗത്തിൽ വളരെ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളാണ് അവർ കൈക്കൊണ്ടത്. ആ തീരുമാനം, ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം, 2500 കമാൻഡോകൾ അടങ്ങുന്ന ഒരു റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ 3 രാജ്യങ്ങളുടെയും സൈന്യം സംയുക്തമായിട്ട് തയ്യാറാക്കുക. ഈ സംയുക്ത സേനയിലേക്ക് 1000 സൈനിക കമാൻഡോകളെ ഇസ്രായേലും 1000 കമാൻഡോകളെ ഗ്രീസും വിട്ടുകൊടുക്കും. താരതമ്യേന ചെറിയ രാജ്യമാണ് സൈപ്രസ്. അവര് 500 കമാൻഡോകളെയാണ് വിട്ടുകൊടുക്കുന്നത്. അപ്പോൾ ഇവർ സർവ ആയുധ സജ്ജരായിരിക്കും. ഏതാണ്ട് അമേരിക്കയുടെ മറീൻസിന്റെ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇന്ത്യക്കുള്ള കമാൻഡോകളുണ്ട്, NSG അല്ലെങ്കിൽ SPG ഒക്കെ പോലുള്ള, അതും അല്ലെങ്കിൽ മാർക്കോസ്, കുറച്ചുകൂടെ കൃത്യമായിട്ട് പറയേണ്ടത് മാർക്കോസ് ആണ്. ഇന്ത്യൻ നേവിയുടെ മാർക്കോസ് എന്ന് പറയുന്ന മറൈൻ കമാൻഡോസ് ഉണ്ട്. അപ്പൊ അവരെയൊക്കെ പോലുള്ള ഒരു സംവിധാനം ആണ് ഈ 3 ത്രിരാഷ്ട്ര സേനകൾ ചേർന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. തുർക്കിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഏത് അതിക്രമത്തെയും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കനത്ത വേഗത്തിലുള്ളതും കനത്തതുമായ തിരിച്ചടി കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പം അതായത് സൈനിക സഹകരണത്തിലേക്ക് ഈ 3 രാജ്യങ്ങളും നീങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യക്ക് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു നേട്ടമാണ്. അതായത് തുർക്കി ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ദക്ഷിണേഷ്യയിൽ ഇന്ന് നേതൃത്വം കൊടുക്കുന്നത് തുർക്കിയാണ്. പാകിസ്ഥാനിലെ ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന്റെ കൈവശം ഉണ്ടായിരുന്ന എല്ലാ ഡ്രോണുകളും തുർക്കി സംഭാവന ചെയ്താണ്. പക്ഷെ അതൊന്നും ഇന്ത്യക്കെതിരെ പ്രയോജനപ്പെട്ടില്ല. അത് വേറൊരു വിഷയം. ഇപ്പൊ ബംഗ്ലാദേശിന് ഏറ്റവും ഒടുവിൽ ബൈറക്ടർ ഡ്രോൺ കൊടുത്തു. ബംഗ്ലാദേശും ഇപ്പൊ അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. കാരണം ഇന്ത്യയുടെ ഈ വ്യോമ പ്രതിരോധ സംവിധാനം പോലുള്ള അത്തരം രാജ്യങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ ഇത് പറ്റുന്നതാണ്. എന്നിരുന്നാലും ഈ പാകിസ്ഥാനും ബംഗ്ലാദേശിലും തീവ്രവാദത്തെയും ഇസ്ലാമിക റാഡിക്കൽ ഇസ്ലാമിസത്തെയും പൂർണ്ണ രീതിയിൽ പിന്തുണയ്ക്കുന്നത് തുർക്കിയാണ്. ആ തുർക്കിക്കെതിരെയുള്ള ഒരു വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു സംയുക്ത സേന. ഇനി മറ്റൊരു കാര്യം, ഈ സംയുക്ത സേനയിലെ നമ്മൾ കുറച്ചു ദിവസം മുമ്പ് ചർച്ച ചെയ്തതാണ്, ഇസ്രായേലിന്റെ വെടിക്കോപ്പ് നിർമ്മാണമൊക്കെ ഏതാണ്ട് അവർ വലിയ രീതിയിൽ യൂറോപ്പിൽ നിർത്തുകയും അത് ഇന്ത്യയിലേക്ക് മാറ്റുകയും ചെയ്യുക. അതായത് യൂറോപ്പിലെ പല രാജ്യങ്ങൾക്കും അമേരിക്കയുടെയും അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെയും ഒക്കെ ഭീഷണികൾക്കും ഒന്നും മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പക്ഷെ ഇന്ത്യയുടെ നേർക്കാവുമ്പോൾ, ഇപ്പൊ ഇന്ത്യ എത്ര നാൾ കൊണ്ട് അമേരിക്ക പറയുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന്. നവംബറിലാണ് ഈ കഴിഞ്ഞ 5 മാസത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ, ക്രൂഡ് ഓയിൽ ഇന്ത്യ വാങ്ങിച്ചത്. അപ്പൊ ഇന്ത്യയെ അങ്ങനെ ഭീഷണിപ്പെടുത്തി നിർത്താൻ പറ്റില്ല എന്നുള്ളത് ഇസ്രായേലിന് അറിയാം. അത് കാരണം ഇസ്രായേലിന് ഇന്ത്യയിൽ
പടക്കോപ്പ് നിർമ്മാണം തുടങ്ങുന്നതിൽ ഇസ്രായേലിന് വലിയ താല്പര്യമുണ്ട്. അപ്പോൾ നമ്മൾ ഈ സഖ്യത്തിൽ നമ്മളും ഉൾപ്പെടുന്നുണ്ട്. അത് ഇന്ത്യ ഫോർമലായിട്ട് അങ്ങനെ ഒരു എഗ്രിമെന്റിൽ നമ്മൾ സൈൻ ചെയ്തില്ലെങ്കിലും, കാരണം ഈ കഴിഞ്ഞ ഹമാസിനെതിരെയുള്ള യുദ്ധത്തിൽ ഡ്രോണുകൾ, ഇസ്രായേലിന്റെ ഹെർമീസ് 900 എന്ന് പറയുന്ന ഡ്രോണുകൾ അദാനി എൽബിറ്റ് സിസ്റ്റംസ് ബാംഗ്ലൂരിലും ഹൈദരാബാദിലും ഒക്കെ ആയിട്ടാണ് നിർമ്മിച്ചത്. വലിയ രീതിയിൽ അത് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഒരു കപ്പൽ നിറയെ പടക്കോപ്പുകൾ, അതായത് ഷെല്ലുകൾ, റോക്കറ്റുകൾ, ഇതൊക്കെ തന്നെ ഇന്ത്യയിൽ നിന്നാണ് ഈ കഴിഞ്ഞ ഹമാസ് വിരുദ്ധ യുദ്ധത്തിൽ ഇസ്രായേലിന് ലഭിച്ചത്. അങ്ങനെ ഭാവിയിൽ ഉണ്ടാകാവുന്ന ഈ തുർക്കിക്കെതിരെ ഉണ്ടാകുന്ന ഏതൊരു സംഘർഷത്തിലും ഇന്ത്യയിൽ നിന്ന് സ്ഥിരമായ വെടിക്കോപ്പുകളുടെ ഒരു സപ്ലൈ ഇസ്രായേലിന് ഇപ്പോൾ ഉറപ്പിക്കാം. യഥാർത്ഥത്തിൽ ഇസ്രായേൽ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ എതിരാളി തുർക്കിയായിരിക്കും. കാരണം ഇതുവരെ ഇസ്രായേൽ നേരിടുന്ന രാജ്യങ്ങളൊക്കെ തന്നെ ഏതാണ്ട് ഭീകര സംഘടനകൾ പോലുള്ള ശക്തിയുള്ളവർ. ഹമാസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർ സൈന്യമല്ല, അതൊരു വലിയ ഭീകര സംഘടനയാണ്. ഹിസ്ബുള്ള എന്ന് പറയുന്നതും അതുപോലുള്ള ഒരു ഭീകര സംഘടനയാണ്. സിറിയ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ രാജ്യമില്ല, അവിടെ 2-3 ചെറിയ ചെറിയ തുണ്ടുകളാണ്. അവിടെയൊക്കെ തന്നെ തീവ്രവാദ ഗ്രൂപ്പുകളെ പോലുള്ള സംഘടനകൾ. പക്ഷെ തുർക്കി അങ്ങനെയല്ല. തുർക്കി നല്ല സൈനിക ശേഷിയും ആയുധ ശേഷിയും ഒക്കെയുള്ള വ്യക്തമായിട്ടുള്ള ഒരു സൈന്യമാണ്. ആ കൃത്യമായ ആ സൈനിക ശക്തിയെ നേരിടാൻ ഇസ്രായേൽ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് പ്രതിരോധ സംവിധാനങ്ങൾ, റഡാറുകൾ, അല്ലെങ്കിൽ അവരുടെ പടക്കോപ്പുകൾ, ഡ്രോണുകൾ, എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ മിസൈലുകളൊക്കെ തന്നെ ഇന്ത്യ അവർക്ക് കൊടുക്കുന്നുണ്ടാവാം. അത് പുറത്ത് അതിൻ്റെ വിശദാംശങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ളത്. കാരണം ഇടയ്ക്ക് ചില വാർത്തകൾ പറഞ്ഞിരുന്നു, ഈ ഹെസ്ബുള്ള പറയുന്നുണ്ടായിരുന്നു ചില മിസൈലുകൾ ഇന്ത്യയുടേതാണോ എന്ന് അവർക്ക് സംശയം തോന്നിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തുർക്കിയും നാറ്റോ അംഗമാണ്, ഗ്രീസും നാറ്റോ അംഗമാണ്. അത് 2 നാറ്റോ അംഗരാജ്യങ്ങൾ പരസ്പരം യുദ്ധത്തിന് തയ്യാറെടുക്കുക. ഇസ്രായേല് നാറ്റോ അംഗമല്ലെങ്കിലും അമേരിക്കയുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയാണ്. അപ്പൊ അമേരിക്കയുടെ സഖ്യകക്ഷിയാണെന്ന് അവകാശപ്പെടുന്ന തുർക്കി, ആ തുർക്കി ഈ നാറ്റോ അംഗങ്ങൾക്ക് നേരെ എന്താണ് ചന്ദ്രഹാസം ഇളക്കുക. അപ്പോൾ ഇത് വല്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്കാണ് നാറ്റോയും നീങ്ങുന്നത്. ഈ തുർക്കിക്ക് ഇപ്പോൾ അവർക്ക് ഉണ്ടായിരുന്ന യൂറോപ്യൻ ഐഡന്റിറ്റി അവർ കളഞ്ഞിട്ട് അവരൊരു ഇസ്ലാമിക ഐഡന്റിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ കൃത്യമായിട്ട് റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളെ ലോകമെങ്ങും പിന്തുണയ്ക്കുന്ന ഒരു നയമാണ് ഇപ്പോൾ തുർക്കി പിന്തുടരുന്നത്. പിന്നെ അടുത്ത ഒരു വിഷയം, തുർക്കിയുടെ നേതാവായിട്ടുള്ള തയ്യപ്പ് എർദോഗാൻ. ഈ തയ്യപ്പ് എർദോഗാൻ എന്ന് പറയുന്ന വ്യക്തി, അയാളുടെ കുടുംബത്തിനാണ് ഈ ബൈറക്ടർ ഡ്രോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന അയാളുടെ കുടുംബത്തിന്റെ സ്ഥാപനത്തിൽ നിന്ന്. അയാളുടെ മരുമകനാണ് മരുമകന്റെ ഉടമസ്ഥയിലുള്ള സ്ഥാപനമാണ്. അപ്പോ ഇവരുടെ വ്യക്തി താല്പര്യങ്ങൾ തുർക്കിയുടെ രാജ്യ താല്പര്യങ്ങളായിട്ട് എർദോഗാൻ മാറ്റിയിരിക്കുക. അങ്ങനെ പല വൈരുദ്ധ്യങ്ങളും ഡ്യൂപ്ലിസിറ്റിയുള്ള ഡബിൾ ഗെയിമുകൾ കളിക്കുന്ന ഒരു ശൃഗാല തന്ത്രമാണ് ഈ എർദോഗാൻ ഇപ്പൊ പയറ്റുന്നത്. അതാണ് ഏറ്റവും ഒടുവിൽ പടിഞ്ഞാറൻ ലിബിയയുമായിട്ട് സഖ്യത്തിലായിരുന്ന എർദോഗാൻ പാകിസ്ഥാനുമായിട്ട് ചേർന്ന് പടിഞ്ഞാറൻ ലിബിയയുമായി യുദ്ധം ചെയ്യുന്ന കിഴക്കൻ ലിബിയയുടെ സഖ്യത്തിലേക്ക് ചെല്ലുകയും പടിഞ്ഞാറൻ ലിബിയയുടെ സൈനിക മേധാവി ഉൾപ്പെടെയുള്ള ഒരു നേതൃത്വ നിര ടർക്കിയിൽ നിന്നും തിരിച്ചു പോകുന്ന വഴി അവരുടെ വിമാനം തകർന്ന് അവരെല്ലാം മരിച്ചുപോയി. അതായത് പടിഞ്ഞാറൻ സിറിയയുടെ സൈനിക നേതൃത്വത്തെ കിഴക്കൻ ലിബിയയുടെ ഒരു ഗൂഢമായിട്ടുള്ള പിന്തുണയോടുകൂടി തകർത്ത് കളഞ്ഞ അത്തരം നീചമായ ഒരു തന്ത്രം വരെ തുർക്കി ഇപ്പൊ പ്രയോഗിച്ചിരിക്കുകയാണ്. പാകിസ്ഥാന്റെ അസീം മുനീറും എർദോഗാനും തമ്മിലെ രഹസ്യ ധാരണയിലാണ്. ഇത് അഴിമതിയും കള്ളപ്പണവുമാണ് ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥ താല്പര്യം. അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷം പടിഞ്ഞാറൻ വെസ്റ്റ് ഏഷ്യയിലും യൂറോപ്പിന്റെ കിഴക്കൻ ഭാഗത്തുമൊക്കെ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുകയാണ്. ഇന്ത്യക്ക് നേരെ അവർക്ക് ഒരു തരത്തിലും സഹിഷ്ണുത കാണിക്കാത്ത പാകിസ്ഥാനേക്കാളും ബംഗ്ലാദേശിനേക്കാളും ഇന്ത്യ വിരുദ്ധ നിലപാടുകൾക്ക് കുപ്രസിദ്ധി നേടിയ എർദോഗാനും കുടുംബത്തിനും ഇത് ഈ പുതിയ ഒരു സൈനിക സഖ്യം തീർച്ചയായിട്ടും വലിയൊരു തിരിച്ചടിയാണ്. വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ സജീവ പിന്തുണയോടുകൂടി തുർക്കിയെ ഇസ്രായേൽ മര്യാദ പഠിപ്പിക്കും എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള നിരീക്ഷകരൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനിയും തുർക്കിക്ക് നിലപാട് മാറ്റിയില്ലെങ്കിൽ ഈ ഒരു ഡബിൾ സ്റ്റാൻഡേർഡുകൾ
പിന്തുടരാതെ കൃത്യമായ ഒരു രാഷ്ട്രീയ നയം രൂപീകരിച്ചില്ലെങ്കിൽ തുർക്കിയുടെ കാര്യം വളരെ ബുദ്ധിമുട്ടാകും എന്നാണ് ഏറ്റവും ഒടുവിലത്തെ ഈ ത്രിരാഷ്ട്ര സഖ്യത്തിന്റെ ഉയർച്ച സൂചിപ്പിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്ന മുറയ്ക്ക് പ്രേക്ഷകരുമായിട്ട് അത് പങ്കുവയ്ക്കാം.